നമസ്കാരം. തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ പുരയിലുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ മരണസംഖ്യ 7ആയി. ഏതാണ്ട് 18ലധികം പേരാണ് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഉള്ളത്. ഈ വെടിക്കെട്ട് പുരയിൽ എത്ര ജീവനക്കാരുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അതുകൊണ്ട് എത്ര പേർ മരണപ്പെട്ടു, എത്ര പേർക്ക് പരിക്കേറ്റു എന്നതിനെക്കുറിച്ച് ഇപ്പോൾ പ്രാഥമികമായ വിവരം മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ശരീരാവശിഷ്ടങ്ങളൊക്കെ തന്നെ പരിശോധിച്ചതിൽ നിന്നാണ് ഇപ്പോൾ മരണസംഖ്യ 7 ആയതായി ഇപ്പോൾ പറയുന്നത്. അതിലും അധികമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ട്. ഇപ്പോൾ പ്രദേശത്തെ സ്ഫോടനങ്ങൾ താൽക്കാലികമായി നിലച്ചിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ മുമ്പോട്ട് പോവുകയാണ് എന്ന് ജില്ലാ ഭരണകൂടവും രക്ഷാപ്രവർത്തകരും അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള പലരുടെയും നില അതീവ ഗുരുതരമാണ്. പലർക്കും 70% മുതൽ 80%-ലധികം വരെ പൊള്ളലേറ്റതായുള്ള റിപ്പോർട്ടുകൾ തൃശൂർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് മാധ്യമങ്ങളോട് പങ്കുവച്ചു. അതുപോലെ തൃശൂർ MP സുരേഷ് ഗോപി, അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടിയാണ്, കേന്ദ്ര സഹമന്ത്രി കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിലാണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം എയർപോർട്ടിലേക്ക് എത്തും എന്ന് മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട്. എയർപോർട്ടിലേക്ക് എത്തി അദ്ദേഹം വിമാനമാർഗം രാത്രി 10 മണിക്ക് ശേഷം നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങും. അതിനുശേഷം അദ്ദേഹം തൃശ്ശൂരിലേക്ക് പോകും. വളരെ ദുഃഖകരമായൊരു സംഭവമായി പോയി. മലയാളികളുടെ മനസ്സിൽ വർണ്ണങ്ങൾ വിരിയിക്കാനായി അഹോരാത്രം കഷ്ടപ്പെട്ട സ്ത്രീകൾ അടക്കമുള്ള തൊഴിലാളികൾക്കാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കും. മാത്രമല്ല, ഇതിൽ മരണപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കുമുള്ള എല്ലാവിധ പിന്തുണയും ചികിത്സാ സഹായവും ഒക്കെ തന്നെ ശ്രീ സുരേഷ് ഗോപി അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉടൻ തന്നെ പ്രദേശത്ത് എത്തും എന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ടുകൾ. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് വിമാനമാർഗം രാത്രിയോടുകൂടി മാത്രമേ നെടുമ്പാശ്ശേരിയിൽ എത്തുകയുള്ളൂ. അതിനുശേഷം അദ്ദേഹം തൃശ്ശൂർ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് തിരിക്കും എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതീവ ദുഃഖകരമായ സംഭവമായി പോയി. തൃശ്ശൂർ പൂരത്തിൻ്റെ ആവേശം മുഴുവൻ ചോർത്തിക്കളയുന്ന, കണ്ണീരിൽ കുതിർന്ന ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു കഥയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തണം. അതുപോലെ തന്നെ പ്രാഥമിക അന്വേഷണത്തിൽ ഇത് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ വിശദീകരണം ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. മാധ്യമങ്ങളിലൂടെ അറിയുന്ന വാർത്തകൾ മാത്രമേ തനിക്കറിയാൻ സാധിക്കുന്നുള്ളൂ. അതുപോലെ ചില പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും ഒക്കെ തന്നെ വിളിക്കുന്നുണ്ട്. അവർ പറയുന്ന വിവരങ്ങളാണ് താനിപ്പോൾ അറിയുന്നത്. എന്തായാലും അവരുടെയൊക്കെ തന്നെ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും ഒക്കെ തന്നെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും വളരെ സങ്കടകരമായ ഈ ഒരു സംഭവത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നതായും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം രാത്രിയോടുകൂടി അവിടെ എത്തിച്ചേരും. ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ പുനരുജ്ജീവിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ ദ്രുതഗതിയിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ പേരെ ആശുപത്രികളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് സൂചനകൾ. മരണസംഖ്യ ഉയരാനുള്ള സാധ്യത ഇനിയും തള്ളിക്കളയാനാവില്ല എന്നും രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ട്. എന്തൊക്കെയായാലും തൃശ്ശൂർ പൂരം എന്ന ഒരു മഹാസംഭവത്തിൻ്റെ, ഒരു ഉത്സവത്തിൻ്റെ സകല ശോഭയും കെടുത്തിയ ഒരു അപകടമായി പോയി ഇതിൽ അതീവ ഖേദവും ദുഃഖവും പ്രകടിപ്പിക്കുന്നു എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നുണ്ട്. അദ്ദേഹം അവിടെ എത്തിയതിനു ശേഷം ബാക്കി കാര്യങ്ങൾ ഏകോപിപ്പിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യും. മാത്രമല്ല, സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെയും തൃശ്ശൂർ ജില്ലാ ഭരണകൂടത്തെയും ഒക്കെ ബന്ധപ്പെട്ട് വേണ്ട രക്ഷാപ്രവർത്തനത്തിനും അത് പുനരധിവാസത്തിനും വേണ്ട എല്ലാവിധ സഹായങ്ങളും നൽകും എന്നുള്ള കാര്യവും സുരേഷ് ഗോപി അറിയിച്ചിട്ടുണ്ട്.